ഒരേപോലെ എന്നെ സ്വീകരിച്ച, എനിക്ക് ധൈര്യം തന്ന, സ്നേഹം തന്ന എല്ലാവരോടും നന്ദി നന്ദി. ലവ് യു. മനഃപൂർവ്വം കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറ്റബോധം ഇല്ലാത്തതുകൊണ്ട് ചിരിച്ചു തന്നെ വന്നു. അപ്പൊ എല്ലാ സപ്പോർട്ടിനും നന്ദി. इंडिया का दुनिया का सेलिब्रेट एक दिन में हो गया, ये कैसे हो गया? गंगा मैया की कृपा है, मां नर्मदा की। मैं अब माला बेच रही थी, वहाँ किसी भैया ने फोटो वीडियो बना ली, चिपके से वो वायरल हो गई। उसके बाद आपका वो माला वगैरह बेचता है ना, वो बिजनेस सब बंद हो गया है क्या? मम्मी पापा बेचते। फादर मदर कचौड़ा मेटला का लिया, पेरेंट्स मैं तो बेचने के लिए जाती तो लोग परेशान करते हैं, इनकी वजह से नहीं जाती। പോകുമ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലമേലേക്ക് അല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ബോച്ചെ ഇതാ പോക്സോ കേസിൽ അകത്താക്കിയിരിക്കുകയാണ് ഗൈസ്, അകത്താക്കിയിരിക്കുകയാണ്. എന്തൊക്കെ വാർത്തകളാണ് പുറത്തു വരുന്നതെന്ന് അറിയാമോ? എന്തൊക്കെ തമ്പലയും കൊടുത്താണ് ആൾക്കാർ വീഡിയോ ഇടുന്നത്. ബോച്ചെ എന്തോ അതിക്രമം ചെയ്തു, അതായത് പ്രായപൂർത്തിയാകാത്ത പെങ്കൊച്ചിനോട് അനാവശ്യം പറഞ്ഞു എന്ന രീതിയിലാണ് പുറത്തു വരുന്നത്. ആ മൊണാലിസ എന്ന് പറയുന്ന വൈറൽ ഗേളിനെ, അതായത് മഹാകുംഭമേളയിലൂടെ വൈറലായ മാല വിറ്റ് നടന്ന ഒരു പാവം പെൺകുട്ടിയെ നാട്ടിൽ കൊണ്ടുവന്നു, അദ്ദേഹത്തിൻ്റെ ജുവലറിയുടെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന് അദ്ദേഹം ആ ജുവലറി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിക്ക് നല്ല സഹായങ്ങൾ കൊടുക്കുകയും ചെയ്ത ബോച്ചയ്ക്കെതിരെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതൊക്കെ നല്ലപോലെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. കൊള്ളാം, നല്ലതാണ്, അടിപൊളിയാണ്. ഒരാളെ തകർക്കാൻ വേണ്ടി നിങ്ങൾക്ക് പലതും ചെയ്യാം, അതെല്ലാം ഓക്കെ. ഈ പറയുന്ന ബോച്ചെ ഞാൻ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുമൊന്നുമല്ല. കാരണം ബോച്ചയുടെ വായിൽ നിന്ന് മോശമായിട്ടുള്ള വാക്കുകളാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ളത്. അതായത് കുന്തി ദേവി എന്ന് വിളിച്ചതും കറങ്ങിയിട്ട് പിന്നാമ്പുറം കാണിച്ചു കൊടുത്തത് അതൊക്കെ തെറ്റാണ്. പുള്ളി ദ്വയാർത്ഥത്തോടുകൂടി സംസാരിക്കുന്ന ആളാണ്, ഞാൻ അതിനെ എതിർത്തിട്ടുള്ളവരാണ്. ഇനി അദ്ദേഹം പറഞ്ഞാൽ ഞാൻ എതിർക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ ഈ തമ്പലയിലും വെച്ച് പല വീഡിയോകളും ഞാൻ കണ്ടു, പലരും റിയാക്ഷൻ വീഡിയോ ചെയ്ത പലരും എടുത്ത് ചെയ്തേക്കുന്ന ഞാൻ കണ്ടു. ഈ പറയുന്ന ബോച്ചെ ഈ പറയുന്ന മൊണാലിസയോട് മോശമായി പറഞ്ഞു. അതായത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് ഇദ്ദേഹം മോശമായ രീതിയിൽ പറഞ്ഞു എന്ന്. ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് ഞാനൊന്ന് കേൾപ്പിക്കാം, എന്നിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ ബോച്ച പറഞ്ഞു എന്ന് പറയുന്ന സംഭവം പ്രസ് മീറ്റിൻ്റെ സമയത്ത് സംഭവിച്ചൊരു സംഭവമാണ്. അവിടെ ഈ ബോച്ചയും അതോടൊപ്പം തന്നെ മൊണാലിസയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ബോച്ചയുടെ മരുമകനും ഒക്കെ ഇരുന്ന് ആ ഒരു പ്രസ് മീറ്റ് ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് മീഡിയയോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്. എന്തായാലും നിങ്ങൾ കേട്ടു നോക്കൂ, എന്നിട്ട് ഞാൻ പറയാം. इंडिया का दुनिया का सेलिब्रेट एक दिन में हो गया, ये कैसे हो गया? गंगा मैया की कृपा है, मां नर्मदा की। मैं अब माला बेच रही थी, वहाँ किसी भैया ने फोटो वीडियो बना ली, चिपके से वो वायरल हो गई। उसके बाद आपका वो माला वगैरह बेचता है ना, वो बिजनेस सब बंद हो गया है क्या? मम्मी पापा बेचते। फादर मदर कचौड़ा मेटला का लिया, पेरेंट्स मैं तो बेचने के लिए जाती तो लोग परेशान करते हैं, इनकी वजह। ഇവിടെ ചോദിക്കുന്നുണ്ട്, അവിടെ ബിസിനസ്സൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ, മാല വയ്ക്കുന്ന കച്ചവടമൊക്കെ നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അവിടെ കൊച്ചു പറയുന്നു അത് അച്ഛനാണ് ചെയ്യുന്നത്, അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്നുണ്ട്. ബോച്ചെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ അത് ഓക്കെ ആണ്, അവിടെ വരെ ഒരു കുഴപ്പവുമില്ല. ഇനിയിപ്പോ പോകുമ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലമേലേക്ക് അല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. ഇവിടെയാണ് വിഷയം വന്നിരിക്കുന്നത്. ഇതായത് ബോച്ചയെ കുറ്റപ്പെടുത്താനും ബോച്ചയെ തരം താഴ്ത്തി കാണിക്കാനും ഉള്ള ഒരു വാക്ക് ഇവിടുന്നാണ് കിട്ടിയത്. അതായത് ബോച്ച പിന്നെ ദ്വയാർത്ഥത്തിൽ വർത്തമാനം പറഞ്ഞു തുടങ്ങി, ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനൊരു മാറ്റവുമില്ല എന്ന രീതിയിലാണ് പറയുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ആരും മാലയിലേക്കല്ല നോക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ തെറ്റ് കണ്ടുപിടിച്ചത് അദ്ദേഹം പറഞ്ഞു വേറെ എവിടെങ്ങാണ്ടാണ് നോക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് സംസാരം കൊണ്ടുപോകുന്നതും അതോടൊപ്പം തന്നെ വാർത്ത ഇടുന്നതും. എന്നാൽ അതാണ് ഉദ്ദേശിച്ചത്. ഒരു മനുഷ്യൻ ഇപ്പോൾ സാധാരണ ഞാൻ ഒരു വർത്തമാനം പറയുമ്പോൾ എന്തെങ്കിലും കാര്യം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ അല്ല എല്ലാവരും നോക്കുന്നേ, അത് ചിലപ്പോൾ അവരുടെ മുഖത്ത് നോക്കിക്കൂടെ, ഇത് പറഞ്ഞ് വേറൊരു രീതിയിലേക്ക് അതിനെ ചർച്ച കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങളെ സമ്മതിക്കണം. എന്തായാലും ബോച്ച പറയുന്നത് അത് കൃത്യമായി ഒന്നുകൂടെ കേട്ടു നോക്കൂ. ഇനിയിപ്പോ പോകുമ്പോ ആൾക്കാർ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലമേലേക്ക് അല്ല ഇപ്പൊ നോട്ടം. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. ഇതുവരെ ആൾക്കാർ മാലയിലായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്, ഇനി മാലയിലേക്കല്ല നോക്കുന്നേ എന്ന് പറഞ്ഞത് അദ്ദേഹം. കാരണം ആ പെൺകുട്ടി വൈറലായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ആ കണ്ണുകളിലേക്കായിരിക്കും, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ മുഖത്തേക്കായിരിക്കും ജനങ്ങൾ നോക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇതിപ്പം എന്ത് പറയുന്ന, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തമുള്ളവൻ്റെ കണ്ണിൽ കൂടെ നോക്കി എന്തും മഞ്ഞയാന്ന് തോന്നുന്ന പോലെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥ. ഇങ്ങനെയാണ് ഓരോരുത്തർ വീഡിയോ ഇട്ട് തള്ളുന്നത്. കാര്യം അങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്കെതിരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഇവിടെ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇവിടെ പറഞ്ഞത് എന്താണ്? ഇവിടെ പറഞ്ഞത് ഈ പറയുന്ന ദ്വയാർത്ഥം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഈ പറയുന്ന പെൺകുട്ടി മാല വിറ്റുകൊണ്ട് നടന്നൊരു പെൺകുട്ടിയാണ്. ഇപ്പോൾ ആൾക്കാർ മാലയല്ല നോക്കുന്നത്, ഈ പെൺകുട്ടിയാണ് നോക്കുന്നത്. കാരണം അത്രമാത്രം വൈറലാണ്. ഈ പറയുന്ന വീഡിയോ കാണുന്ന ഓരോരുത്തരും മൊണാലിസ ഇഷ്ടപ്പെട്ടില്ലേ?
ഈ കുംഭമേളയിലൂടെ വൈറലായ പെൺകുട്ടിയെ ഓരോരുത്തർക്കും ഇഷ്ടമായില്ലേ? എങ്ങനെ ഇഷ്ടപ്പെട്ടത്? എവിടെ നോക്കിയിട്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടത്? നിങ്ങൾ ആ പെൺകുട്ടിയുടെ മുഖവും ആ ചാരക്കണ്ണും ആരെ ആകർഷിക്കാനുള്ള ആ ചാരക്കണ്ണൊക്കെ കണ്ടിട്ടല്ലേ ഇഷ്ടപ്പെട്ടത് അല്ലേ? എന്നിട്ടും പറയുക ഈ വീഡിയോ ഇടുന്നവർ, എന്നിട്ട് അതിന് വേറൊരു രീതിയിലേക്ക് അതിന് അർത്ഥം കണ്ടുപിടിക്കുകയാണ്. അതോടൊപ്പം തന്നെ തമ്പലയിലൊക്കെ വെച്ച് അങ്ങനെ ഇടുന്നു. അതോടൊപ്പം തന്നെ വേറൊരു കുറേ പേര് ഇതിനെ വ്യാഖ്യാനിച്ച് ഇദ്ദേഹത്തെ ഒരുമാതിരി അങ്ങ് വൃത്തികെട്ടവൻ എന്ന രീതിയിൽ ചിത്രീകരിക്കാനായിട്ട് ചില ആൾക്കാർ മുമ്പോട്ട് വരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഉദ്ദേശം എന്താണ്? ഒരാളെ തകർക്കാനാണെങ്കിൽ നിങ്ങൾ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയെ. ഈ ബോച്ച നല്ലവനാണോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ ബോച്ചയുടെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്, അതിനെ വിമർശിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് വെറുതെ പറയണേ? ഒരാളെ പറയാം, നമുക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. അങ്ങാരുടെ വായിൽ നിന്ന് വൃത്തികേട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം. എല്ലാത്തിനും കയറി അങ്ങോട്ട് ഇതാക്കരുതേ. അതൊരു ശരിയായിട്ടുള്ള ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അദ്ദേഹം ആ പ്രസ് മീറ്റിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞത് ഒരു മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആണെങ്കിൽ ആ മീഡിയക്കാർ പറയരുതായിരുന്നോ, എന്താ പോച്ചേ നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന്? എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയണത്? ഈ ഒരു അർത്ഥമല്ല അങ്ങേരന്ന് മുമ്പ് ഹണി റോസിനോട് പറഞ്ഞത്, അത് വേറെയത്. ഈ പെൺകുട്ടിയോട് വളരെ മാന്യമായിട്ടുള്ള സംസാരിച്ചത് അതാ ഒരു രീതിയിൽ അവിടെ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. ഇതിനെയൊക്കെയാണല്ലോ കൊണ്ടുപോയി വേറൊരു രീതിയിൽ കൊണ്ടുപോയി ചർച്ച ചെയ്ത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭൂമിയിൽ ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മളൊക്കെ പലരോട് സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഇപ്പോൾ കണ്ടോടാ നീ അങ്ങനെ ആണല്ലോടാ, അല്ലെങ്കിൽ നീ ഇപ്പോൾ അവിടെ അല്ലല്ലോടാ നോക്കുന്നേ എന്നൊക്കെ പലരും പറയത്തില്ലേ? സാധാരണപ്പെട്ട ജനങ്ങൾ ഓരോരുത്തരും പറയത്തില്ലേ? നീ ഇപ്പം തറയിൽ നോക്കി നടക്കത്തില്ലല്ലോടാ, നീ അവിടെ മുഖത്ത് നോക്കിയാൽ അങ്ങനെയൊക്കെ പറയത്തില്ല. മുഖമൊന്നും പറയത്തൊന്നുമില്ല. പലരും സംസാരിക്കുന്നത് എങ്ങനെയൊക്കെ അല്ലയോ? അങ്ങനെ എല്ലാം അങ്ങ് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാതെ അപ്പം അങ്ങനെ ആണുങ്ങൾ ഒന്നും മിണ്ടാൻ പാടില്ല. ഇതൊരു പെണ്ണുങ്ങൾ അപ്പോൾ ഇതൊന്നും സംസാരിക്കാറില്ലേ? എന്തുവാണേ പറയുന്നതിന് കുറച്ചൊക്കെ ലോജിക്കോടെ വേണം നിങ്ങൾ സംസാരിക്കാൻ. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങൾ എൻ്റെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് ഇടണം കേട്ടോ. കാരണം ഇത് ഞാൻ കുറേ അടുത്ത് വീഡിയോ കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇല്ല, ഈ ഒരു കാര്യം ഞാൻ വിട്ടതായിരുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.